Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Prayer start ചെയ്തോളൂ ട്ടോ. Let us pray. Dear Heavenly Father, thank you for this wonderful day. We thank you for the gift of life and all the blessings. We are grateful for the chance to learn and grow. Please bless our teachers as they guide us and help us to listen, work hard, and be kind to one another. Fill our hearts with joy, our minds with knowledge, and our spirits with peace. May we use what we learn to make the world a better place. These all we pray in the name of God. Okay. Sign in. Sign in പറഞ്ഞോളൂ ട്ടോ. ആരും പറയാനില്ലെങ്കിൽ ഞാൻ പറയാം. അഞ്ചു മാത്രമേ ഉള്ളൂ സൈൻ ഇൻ പറയാൻ ക്ലാസ്സില്. ഞാൻ ഏത് ക്ലാസ്സിൽ വന്നാലും മഞ്ജുരാജാണ് സൈൻ ഇൻ പറയുന്നത്. വേറെ ആരുമില്ലേ സൈൻ ഇൻ പറയാൻ? വേറെ ഒരാൾ പറയൂ. നിങ്ങൾക്ക് കിട്ടുന്ന അവസരം നിങ്ങൾ പാഴാക്കാൻ പാടില്ല. Hello, Miss. ആ Sign പറഞ്ഞോ. ഇല്ല. സൈൻ ഇൻ സ്റ്റാർട്ട് ചെയ്തോളൂ. പറഞ്ഞോളൂ. Good afternoon, everyone. I wish a good day to the respected teacher and my dear friends who are leading today class, and I hope everyone can understand what is being taught well. Thank you. Okay. Thought. Thought of the day. If you believe in yourself, things are possible. I repeat my thought. If you believe in yourself, things are possible. Thank you. Okay. പാർട്ട് 4 7th യൂണിറ്റ് ആണ് എടുക്കുന്നത് കേട്ടോ. പേജ് നമ്പർ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ചാപ്റ്റർ എടുത്തവന് പേജ് നമ്പർ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. 181. ഓക്കെ. സെവൻത് യൂണിറ്റ് ആണ്. എന്താണ്? പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വാരിയസ് കൈൻഡ്സ്. Dr. M.G. Ramji in his book Value-Oriented School Education has suggested a number of measures of inclusions of values. A number of school programs should be organized regularly so that they may be effective for the betterment of values among the people. Desirable attitude and skills are to be developed through correct curricular and co-curricular activities. So, some of the important programs that could be undertaken in schools for the purpose are listed below. എന്താണ് അതിൽ പറയുന്നത്? ഡോക്ടർ രാംജി തന്നെ മൂല്യബോധമുള്ള സ്കൂൾ വിദ്യാഭ്യാസം എന്ന പുസ്തകത്തില് മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചുള്ള നിരവധി പരിപാടികൾ അല്ലെങ്കിൽ നടപടികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളില് മൂല്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി സ്കൂൾ പരിപാടികൾ പതിവായിട്ട് സംഘടിപ്പിക്കണം. ശരിയായി പാഠ്യേതര പദ്ധതിയിലൂടെയും സഹപാഠ്യ പ്രവർത്തനങ്ങളിലൂടെയും അഭികാമ്യമായ മനോഭാവങ്ങളും കഴിവുകളും വികസിപ്പിക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യത്തോടെ സ്കൂളുകൾ ഏറ്റെടുക്കുന്ന ചില പരിപാടികളാണ്
നമ്മൾ ചുവടെ കൊടുത്തിരിക്കുന്നത് അവിടെ. അതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് കമ്മ്യൂണിറ്റി പ്രെയർ. വായിച്ചു നോക്കാം കേട്ടോ, ഓരോന്നും ഡിസ്കസ് ചെയ്യാം. മിസ് 5 വായിക്കാനാണോ? അഞ്ചല്ല, ഫസ്റ്റത്തെ കമ്മ്യൂണിറ്റി പ്രെയർ മാത്രം വായിക്കാം. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ, എക്സ്പ്ലെയിൻ ചെയ്തോളൂ. എന്താണ് കമ്മ്യൂണിറ്റി പ്രെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മള് സ്കൂളുകളിൽ കമ്മ്യൂണിറ്റി പ്രെയർ വെച്ചിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ചെയ്തോളൂ. വായിച്ചു കഴിഞ്ഞില്ലേ? ആരും വായിച്ചിട്ടില്ലേ ഇപ്പൊ? കമ്മ്യൂണിറ്റി പ്രേയേഴ്സ് നമ്മൾ സ്കൂളുകളിൽ പാടുന്ന മതപരമായിട്ടുള്ള അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കോമൺ ആയിട്ടുള്ള പ്രേയറുകൾ നമുക്ക് സ്കൂളുകളിൽ പാടാം. അത് കുട്ടികളിൽ എന്തൂസിയാസം, അതായത് അവർക്ക് അവരുടെ ആകാംക്ഷയും ആഗ്രഹങ്ങളും ഒക്കെ വളർത്തിയെടുക്കാൻ കഴിയുന്ന പോലുള്ള പ്രേയർ സോങ്സുകൾ പാടാം. ഇൻസ്പയർ ചെയ്യുന്ന പ്രേയേഴ്സ് പാടാം ഒരുമിച്ച് കോറസ് ആയിട്ട്. പിന്നെ ലോക സമാധാനത്തിന് വേണ്ടി ഉള്ള കോഡ്സുകൾ പോലുള്ള പ്രേയറുകളും പാടാം. അതെ. പിന്നെ പാസേജസ്, നല്ല നല്ല ആളുകളുടെ പാസേജസ് ഒക്കെ, റിലീജിയസ് മതപരമായ പുസ്തകങ്ങളിലുള്ള പാസേജസ് ഒക്കെ നമുക്ക് വായിക്കാം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പ്രെയർ വെച്ചിരിക്കുന്നത്? ഒരു യൂണിറ്റി, അല്ലെ? യൂണിറ്റി ആണ്, എല്ലാവരും ഒന്നാണ്. അല്ലെങ്കിൽ ഹിന്ദു, അല്ലെങ്കിൽ മുസൽമാൻ, അല്ലെങ്കിൽ എന്താ ക്രിസ്ത്യൻസ്, അങ്ങനെയുള്ളൊരു വേർതിരിവില്ല, അല്ലെ? നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എന്താ, മുസ്ലിംസ് ഉണ്ടാവും, ക്രിസ്ത്യൻസ് ഉണ്ടാവും, ഹിന്ദുസ് ഉണ്ടാവും, അല്ലെ? എല്ലാവരും ഒന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പ്രെയർ സ്കൂളുകളിൽ കൊടുത്തിരിക്കുന്നത്, ഇല്ലേ? നിങ്ങൾക്ക് ഇത് വായിച്ചപ്പോ നിങ്ങളുടെ പണ്ടത്തെ കാലഘട്ടമൊക്കെ ഓർമ്മ വരുന്നില്ലേ? ഇല്ലേ?
ചിലപ്പോ പ്രയർ പാടിയവരുണ്ടാവാം, പ്രതിജ്ഞ പറഞ്ഞവരുണ്ടാവാം ഇല്ലേ. അതുപോലെ തന്നെ ന്യൂസ് റീഡിങ് ഒക്കെ ഓർമ്മ വരുന്നുണ്ടല്ലേ നമുക്ക്. ഒരു നല്ലൊരു നമ്മുടെ കുട്ടിക്കാലത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റി പ്രയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യൂണിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ളൊരു ബോധ്യം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ ഇങ്ങനെയുള്ള പ്രയേഴ്സ് വെച്ചിരിക്കുന്നത്. ഇനി എന്താ, ഹെൽത്ത് ആൻഡ് ക്ലീൻലിനെസ് പ്രോഗ്രാംസ് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? എക്സ്പ്ലെയിൻ ചെയ്തേ രണ്ടാമത്തെ പോയിന്റ്. സുബി ചെയ്തോ, എക്സ്പ്ലെയിൻ ചെയ്തോളൂ കേട്ടോ. ഹെൽത്ത് ആൻഡ് ഹൈജീൻ പ്രോഗ്രാംസ് ബേസിക്കലി നമ്മൾ സ്കൂൾസിൽ കുഞ്ഞു കുഞ്ഞു ഹെൽത്ത് ആൻഡ് ഹൈജീൻ പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ഉണ്ട്. അതിന്റെ ബേസിക് റിക്വയർമെന്റ്സ് മീൻസ് പിള്ളേർക്ക് സ്വയമേ അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ക്ലീനിനെസിന്റെ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ വരണം. ബിക്കോസ് ക്ലീനിനെസ് എന്തിനാ പ്രധാനം, അത് ചെയ്താൽ അവർക്ക് എന്തോ ബെനിഫിറ്റ്സ്, അവരുടെ സൊസൈറ്റിക്കും അവരുടെ ചുറ്റുപാടിലുള്ള ആൾക്കാർക്ക് എന്തോ ബെനിഫിറ്റ്സ്. അത് കൂടാതെ അവർക്ക് സ്വയമേ അവരുടെ ക്ലീനിനെസ് മെയിൻറ്റെയിൻ ചെയ്യാനും പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനും അത് സഹായിക്കും. അതുകൂടാതെ നമ്മൾ സ്കൂളിലൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ പല ഹെൽത്ത് ചെക്കപ്സ് നമുക്ക് അവൈലബിൾ. ആസ് എൻ എക്സാമ്പിൾ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് അവൈലബിൾ. അതിന്റെ യൂസേജ് എന്തുവാണെന്ന് പിള്ളേർക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ടും അത് സഹായിക്കാറുണ്ട്. അതുകൂടാതെ മീൻസ് നമ്മുടെ പല ബോർഡ്സിനകത്തും നമ്മളുടെ ഹെൽത്ത് ചെക്കപ്പിന്റെ പല പാരാമീറ്റേഴ്സ് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ ക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് പല സ്കൂളുകളിൽ. It basically helps, but like for kids, it basically helps for their basic hygiene and so that they can know how to clean themselves, how to clean their room, how to clean their house. Okay. Next, വേറെ ആരെങ്കിലും? ഞാൻ പറയാം. ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ്സിനെ പറ്റിയിട്ടാണ് കുട്ടികൾക്ക് അവയർനെസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ സ്വയം അവരുടെ റൂമും ക്ലാസ് റൂമും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കണം. പിന്നെ സ്കൂളുകളിൽ തന്നെ ഈ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ചാർട്ടുകളൊക്കെ ഇടുന്നതൊക്കെ നല്ലതായിരിക്കും. അവർക്ക് അതിനെപ്പറ്റി മനസ്സിലാവാൻ കഴിയും. പിന്നെ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡിനെ പറ്റിയിട്ട് അവർക്ക് മനസ്സിലാക്കുകയും അതിന് ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിലേ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കും. പറയാൻ പറ്റും? കറക്റ്റ് ആണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. എന്താണ് നമുക്ക് ഹൈജീനെ കുറിച്ചും അതുപോലെ തന്നെ ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഫുഡിനെ കുറിച്ചൊക്കെ ഇപ്പോ എക്സിബിഷൻസ് ഒക്കെ സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട എക്സിബിഷൻസ് ഒക്കെയാണ് പിന്നെ അല്ലെ ചാർട്ടുകളൊക്കെ അവരെ കാണിക്കുന്നത് കാണാം അല്ലെ, തൂക്കിയിട്ടിട്ട് നമുക്ക് അതിനുള്ള ഒരു അവയർനെസ് കിട്ടുന്നുണ്ട്. ഫുഡിനെ കുറിച്ചുള്ള ഏതൊക്കെ ഫുഡ്സുകളാണ് നമ്മൾ കഴിക്കേണ്ടത്, ഏതൊക്കെയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, അങ്ങനെയുള്ള പല പല ചാർട്ട്സുകൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട അതൊക്കെയാണെങ്കിൽ എന്താണ് കുട്ടികൾക്ക് അത് അവബോധം വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സുകള് അതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ അതിനെ കുറിച്ചൊക്കെ അവബോധങ്ങൾ വരുത്താം. പിന്നെ എന്താണ്
നമ്മുടെ സ്കൂളുകളായാലും അതുപോലെ തന്നെ സ്കൂൾ എൻവയോൺമെന്റ് ആയാലും ക്ലാസ് റൂംസ് ആയാലും ഇങ്ങനെ നമ്മൾ വൃത്തിയായിട്ടിടുക. അതുപോലെ തന്നെ നമ്മളിപ്പോ സുബി പറഞ്ഞതുപോലെ തന്നെ വീട് എങ്ങനെ ക്ലീൻ ആക്കുക, നമ്മുടെ റൂമിൽ കിടക്കുന്ന നമ്മുടെ ബെഡ്റൂമുകൾ എങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് വഴി അവർക്ക് അവബോധം ലഭിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഹെൽത്ത് ആൻഡ് ക്ലീൻലിനെസ് പ്രോഗ്രാംസിൽ വരുന്നത്. പിന്നെന്താ, നെക്സ്റ്റ് ആണ് SUPW. കേട്ടിട്ടുള്ള SUPW എന്ന് പറഞ്ഞത് ഉണ്ടോ? കേട്ടിട്ടില്ല. 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 ഉണ്ട് മാം. ഓക്കെ, ആരാ കേട്ടേക്കുന്നത്? ശ്രീതിയാണോ? മോൾക്ക് ഒരു പീരീഡ് തന്നെയുണ്ട് SUPW. എന്തിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് ആണ് അത്? എന്താണ് അവിടെ ചെയ്യുന്നത് ആ ഹൗസില്? അവർക്ക് അവരെ കൂടുതൽ ഇൻവോൾവ്മെന്റ് ചെയ്യാൻ വേണ്ടി ക്രാഫ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ. എന്താണ് എക്സ്ട്രാ കാര്യങ്ങൾ, സ്റ്റിച്ചിങ്, ഇപ്പോ പറയാം ഈ പ്ലസ് ടു പഠിക്കുമ്പോ എന്താണ് സ്കൂളിലൊക്കെ ചിലപ്പോൾ മാം ഈ ഗാർഡനിങ് ചെയ്യിപ്പിക്കും ഈ SUPW-ല്. പിന്നെ ഈ ഗെയിംസ് പല പിള്ളേർക്ക് പല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ചിലവർക്ക് യോഗയിലായിരിക്കും, ചിലപ്പോൾ മാർഷൽ ആർട്ട് ആയിരിക്കും. അപ്പൊ അതിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് അവർക്ക് അവരുടേതായി ആക്ടിവിറ്റിയിൽ SUPW-യുടെ ക്ലാസ് ഉള്ള സമയത്തിൽ വിടാറുണ്ട്. ലൈക് മ്യൂസിക് ആയിരിക്കും, ചിലർക്ക് ഡാൻസ് ആയിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ അവർ എക്സ്ട്രാ ഒരു എന്താണ് അവരെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കും. സ്റ്റിച്ചിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗാർഡനിങ് ആയിരിക്കാം, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനെയാണ് എന്താണ് സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറയുന്നത്, SUPW. മാം ഈ കരിക്കുലർ ആക്ടിവിറ്റി അതാണോ മാം? മീൻസ് അവരുടെ അക്കാഡമിക് കൂടാതെ അവര് പഠിപ്പിക്കുന്ന മാർഷൽ എക്സ്ട്രാ കരിക്കുലർ ഉണ്ട്. ഇവിടെ ഇവരുടെ സ്കൂളില് CCA എന്നാണ് മാം പറയുന്നത്, കോ കരിക്കുലർ ആക്ടിവിറ്റി. അത് തന്നെയാണോ അത് മാം? ഇതും അത് തന്നെയാണ് എക്സ്ട്രാ കാര്യങ്ങൾ. ഇപ്പൊ സ്റ്റിച്ച്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ എന്താണ് വർക്ക് എക്സ്പീരിയൻസിൽ ഒരു അവർ ഉണ്ടായിരുന്നു. എംബ്രോയിഡറി വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഉണ്ട്. ഇല്ലേ, ഞങ്ങൾക്ക് ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു, ക്രാഫ്റ്റ് മേക്കിംഗ്, അതുപോലെ തന്നെ ഡ്രോയിങ് അവർ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡ്രോയിങ് ചെയ്യാനായിട്ട്, എംബ്രോയിഡറി വർക്ക് ചെയ്യാനായിട്ട്, ക്രാഫ്റ്റ് മേക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബോട്ടിൽ ആർട്ട് ഉണ്ടാവും, സ്റ്റിച്ചിങ്, അങ്ങനെയുള്ള എക്സ്ട്രാ കാര്യങ്ങൾ, നമുക്കൊരു കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നതിനെയാണ് SUPW എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു വർക്ക് തന്നെയാണ്. നാളെ ഞാനായിരിക്കും ക്ലാസ്സില്. ആരും എഴുതാതെ വരുന്നത് ആക്ടിവിറ്റി ആണ് കേട്ടോ, ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ മിസ്സിന്റെ അവരല്ല, മിസ്സില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഇരിക്കരുത്. ഇന്ന് തന്നെ എഴുതാം. വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ആണ്. SUPW എന്താണ്, അതിന്റെ മീനിങ് ഏതാ, അതിന്റെ ഒബ്ജക്റ്റീവ് ഏതാ, അതിന്റെ പർപ്പസ് ഏതാ കേട്ടോ. ഓക്കെ, നാളെ നമുക്ക് പ്രസന്റ് ചെയ്യേണ്ടതാണ്. കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. ആക്ടിവിറ്റി ആണ്, നാളെ തന്നെ പ്രസന്റ് ചെയ്യേണ്ടതാണ്. SUPW എന്നാൽ എന്ത്? ഓക്കെ, വാട്ട് യു മീൻ ബൈ SUPW, അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് നാളെ പ്രസന്റ് ചെയ്യാം. ഓക്കെ മാം, ഇത് നമുക്ക് ആക്ടിവിറ്റി ബുക്കിനകത്ത് എഴുതണോ? ആക്ടിവിറ്റി ബുക്കിനകത്ത് എഴുതിക്കോളൂ. ഓക്കെ, നിങ്ങൾക്ക് യോജിച്ച രീതിയിൽ A4 ഷീറ്റിലോ അല്ലെങ്കിൽ ബുക്കിനകത്തോ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. വൈബൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ആക്ച്വലി മാം നമ്മളൊരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആക്ടിവിറ്റി മാത്രമായിട്ട് എഴുതാനായിട്ട്. അതിനകത്ത് എഴുതിക്കോളൂ. അപ്പം ഏത് മിസ് ആക്ടിവിറ്റി തരുന്നത്, ഇപ്പം ജിഷ മിഷ് ഒക്കെ ആക്ടിവിറ്റി തരുമ്പോൾ നമ്മൾ അത് തന്നെ കണ്ടിന്യൂറ്റിയിലായിട്ട് അവിടെ എഴുതുന്നുണ്ട്. അവിടെ എഴുതിയാലും മതി, അതിനകത്ത് എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ SUPW എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്. ഇനി SUPW ഇനി നിങ്ങൾ കുറച്ചുകൂടി നാളെ പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അറിയാൻ പറ്റും കേട്ടോ. അതിനെ കുറിച്ച് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ആണ് എന്താ, സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്. വായിച്ചു നോക്കിയേ.
കുറച്ച് സബ്ജക്ട്സുകൾ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ. Yes, ma'am. ഉണ്ട്. അതിന്റെ പ്രത്യേകതകൾ എന്താ? സോഷ്യൽ സ്റ്റഡീസ്, അതുപോലെ തന്നെ ലാംഗ്വേജ്, സയൻസ്, ഇതൊക്കെ പ്രത്യേകതകൾ എന്തായിരിക്കും? സോഷ്യൽ അല്ലെ, വാല്യൂസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ സയൻസ് പഠിച്ചില്ലെങ്കിൽ എന്താണ് പ്രത്യേകത? പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കുള്ള ഒരു എക്സ്പീരിമെന്റിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ഈ സിലബസുകൾ സ്കൂൾ സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം തന്നെ എന്താണ് ഇങ്ങനെയുള്ള വാല്യൂസുകൾ കുട്ടികൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പീരിമെന്റിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും? ഇല്ല. വാല്യൂസ് അറിയാൻ പറ്റുമോ? ഇല്ല. അതാണ് ആ സബ്ജക്റ്റിന്റെ പ്രത്യേകതകളാണ് നമ്മുടെ കരിക്കുലത്തില്, സ്കൂൾ കരിക്കുലത്തില് ഇത്തരത്തിലുള്ള സിലബസുകൾ അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വാല്യൂസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, എക്സ്പീരിമെന്റുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്. ഇനി നെക്സ്റ്റ് ആണ് കൾച്ചറൽ ആൻഡ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയേ. ആരുമില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ? വിദ്യ, കിസ്സ, ആരുമില്ല? ജോയിൻ ചെയ്തിട്ട് പോയോ? ഞാൻ പറയാം മാം. ആ. അതായത് ഇതിൽ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നമ്മൾ കുട്ടികളുടെ ടാലന്റും സ്കിൽസും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് കുറെ പരിപാടികൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് ആനിവേഴ്സറി, സ്പോർട്സ്, അതുപോലെ തന്നെ കുട്ടികളിൽ മറ്റു കഴിവുകൾ വളർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൾച്ചറൽ ഫെസ്റ്റിവൽസ്, അവർക്ക് ഇഷ്ടപ്പെട്ട എന്ത് പ്രോഗ്രാംസ് അവതരിപ്പിക്കാനുള്ള ഒക്കെ ഒരു അവസരം സ്കൂളിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ആർട്ട് എക്സിബിഷൻ, പിന്നെ മ്യൂസിക്കൽ പ്രോഗ്രാം ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ റെസിറ്റേഷൻ, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും കുട്ടികളുടെ ടാലന്റും സ്കിൽസും വർദ്ധിപ്പിക്കാനായിട്ട് സ്കൂളിൽ കൊടുത്തിരിക്കുന്നു. എനിക്ക് ലാസ്റ്റത്തെ ആ ഒരു ഇത് മനസ്സിലായില്ലേ? സ്കൂൾ കോമ്പറ്റീഷൻ പുറത്ത് പോയിട്ട് മത്സരിക്കുന്നതാണോ? മറ്റു സ്കൂളുകളുമായിട്ട്
മത്സരിക്കും അതാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അത് ഞാൻ പറഞ്ഞോളാം. വേറെ ആരാ? പാർവതി. കുട്ടികളിൽ അവരുടെ ഡെവലപ്മെന്റും സ്കിൽസും എല്ലാം വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ തന്നെ അവർക്ക് വേണ്ട ആനിവേഴ്സറികളും സ്പോർട്സ് ഡേ അങ്ങനെ തുടങ്ങിയ പരിപാടികളെല്ലാം സ്കൂളുകളിൽ തന്നെ നടത്താറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകമായിട്ടൊരു ഫെസ്റ്റിവൽ ഡേയും പിന്നെ അവരുടെ മ്യൂസിക്കൽ പ്രോഗ്രാംസ് അങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് കാര്യങ്ങളും പിന്നെ അവരുടെ ഹോബീസായ ഗെയിംസ്, സ്പോർട്സ്, ഡ്രാമ അങ്ങനെ അവരുടെ ഇഷ്ടങ്ങളായ ഓരോരോ ആക്ടിവിറ്റീസുകളും തന്നെ സ്കൂളുകളിൽ നടത്താറുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു സ്കൂൾ മറ്റ് ഇത് കണക്ക് തന്നെ പ്രോഗ്രാംസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് മറ്റ് സ്കൂളുകളുമായിട്ട് അവർക്ക് കോമ്പറ്റീഷൻ ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ആ കോമ്പറ്റീഷനും കാര്യങ്ങളെല്ലാം നടത്തുന്നു. അതെല്ലാം അവരുടെ സ്കിൽസും ഡെവലപ്മെന്റും എല്ലാം വളർത്തുന്നതിന് ഇത് സഹായിക്കുന്നു. മഞ്ജുവിന് പറയണമെന്നുണ്ടോ? പറയട്ടെ മിസ്. പറഞ്ഞു. അതായത് സ്കൂളില് കുട്ടികൾക്ക് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു അവരവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു അവസരമായിട്ട് നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താം. അപ്പൊ ഓരോ ഐറ്റംസും കുട്ടികൾ പങ്കെടുക്കുമ്പോൾ അവരുടെ കഴിവ് നമുക്ക് ഓരോ പാരന്റ്സിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും മനസ്സിലാവും. എന്നിട്ട് അതനുസരിച്ച് നമുക്ക് ഇവരെ ഓരോ കോമ്പറ്റീഷന് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അവരെ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ കുട്ടികൾക്ക് അവർക്ക് അതിൻ്റെതായ വഴി തെളിയിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് എനിക്ക് മനസ്സിലായത്. ഇത്തരം കാര്യങ്ങളാണല്ലേ. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ചുമ വന്നിട്ടാണ്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ക്ലിയർ ആയില്ലേ? നമ്മള് പഠിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണല്ലേ അതിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വായിക്കാം കേട്ടോ. സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ്. കഴിഞ്ഞോ? ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യൂ. ചിക്കു എക്സ്പ്ലെയിൻ ചെയ്തേ. സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം. ഈ പ്രോഗ്രാം ഈ കുട്ടികളിൽ പൗരബോധം, പൗരമൂല്യമൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് സ്കൂളിൽ നമ്മൾ അസംബ്ലിയൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ നാഷണൽ ഫ്ലാഗ് ഒക്കെ ഉയർത്തും, നാഷണൽ ആന്തം അസംബ്ലിയിലൊക്കെ പാടാറുണ്ട്. പിന്നെ ഡിബേറ്റ്സ് ഒക്കെ നടത്താറുണ്ട്. ഇതൊക്കെ ആ
സ്കൂളിൽ നടത്തുമ്പോഴേക്കും എന്താണ് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഓരോ കുട്ടികളും എങ്ങനെ ഒരു നല്ല പൗരനായിട്ട് വളരണം എന്നൊക്കെ കുട്ടികളിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ നാഷണൽ ഫെസ്റ്റിവൽസ്, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, പിന്നെ എൻവയോൺമെൻറ്റൽ ഡേ ഒക്കെ നമ്മൾ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ സ്കൂളിൽ പലതരം ക്ലബ്ബുകളുണ്ട്, സയൻസ് ക്ലബ്ബ്, പിന്നെ ഈ നേച്ചർ ക്ലബ്ബ്. ഇതെല്ലാം ഈ സൊസൈറ്റി ആയിട്ട് കുട്ടികളെ കൂടുതൽ മിങ്കിൾ ചെയ്യാനും അവർ നല്ല പൗരന്മാരാകാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആര് പറയും? നസ്രിയ. ഓക്കെ. പൗരത്വ ട്രെയിനിങ് പ്രോഗ്രാമാണ്. വിദ്യാർത്ഥികൾക്ക്, നമ്മളെ സ്റ്റുഡൻസിനൊക്കെ പൗരത്വത്തെ കുറിച്ചും ഗുണങ്ങളെ കുറിച്ചും ഒരു പരിശീലനം നൽകണം എന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് സ്കൂൾ അസംബ്ലിയിൽ നമ്മൾ പതിവായി സംഘടിപ്പിക്കുന്ന ദേശീയ പതാക ഉയർത്തുക, അതുപോലെ ദേശീയ ഗാനം ആലപിക്കുക. അപ്പൊ നമുക്കൊരു ദേശത്തിനോടുള്ളൊരു ബഹുമാനവും ആദരവും നമ്മൾ കാണിക്കുന്നു എന്നതാണ് പറയുന്നത്. പിന്നെ ദേശീയ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ ചർച്ചകൾ നടത്തുക, അതായത് പാർലമെന്റ് ചർച്ചകളൊക്കെ ചെറുതായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ കുട്ടികൾക്ക് ഒരു അവതരണം നടത്താം. പിന്നെ സാംസ്കാരികമായിട്ടും മതപരമായിട്ടും ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങൾക്കൊക്കെ ട്രിപ്പ് ചെയ്യാം കുട്ടികളെ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കുട്ടികൾക്ക് കൂടുതൽ യാത്രകളൊക്കെ നടത്താം. പിന്നെ നമ്മളെ ദേശീയ ആഘോഷങ്ങളായിട്ടുള്ള റിപ്പബ്ലിക് ഡേ, സ്വാതന്ത്ര്യദിനം, ലോക പരിസ്ഥിതി ദിനം, അങ്ങനെയുള്ള ഡേയ്സ് ഒക്കെ ആഘോഷിക്കുക. പിന്നെന്ന് പറയുന്നത് ഈ ഫ്രണ്ട്ഷിപ്പ് ക്ലബ്ബ്, അതേപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അങ്ങനെയുള്ള സഹകരണ സംഘങ്ങളുമായിട്ടുള്ളൊരു കൂടിച്ചേരൽ കൂടി സ്ഥാപിക്കുക. അതായത് നമ്മൾ പഠിച്ചു പോയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇത് വരുത്തുക എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ പഠിച്ചപ്പോ എന്തായിരുന്നു ഇതിന് കൊമേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൊമേഴ്സിന്റെ ഒരു സ്റ്റോർ ഉണ്ടാവും. അപ്പൊ അവിടെ ബുക്ക്, പെൻസില്, പെൻ, അപ്പൊ അതൊന്നും ഇല്ലാത്ത അവർക്ക് പെൻസിലൊക്കെ ഇല്ലെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് വാങ്ങിക്കാൻ പറ്റും. കുറവ് കാശിന് അവിടെ നിന്ന് കൊടുക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങള് പ്ലസ് ടുവിൽ പഠിച്ചപ്പോ ഉണ്ടായി. ത്തിലൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറയും. അപ്പൊ കുട്ടികൾക്ക് പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠനോപകരണം ആണെങ്കിലും യൂണിഫോം, അങ്ങനെയുള്ള ഹെൽപ്പ് ആയിട്ടുള്ള ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്, 10th പഠിക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളതിലൊക്കെ ചേരുക അതൊരു ഇതല്ലേ. അതെ, നല്ലൊരു കാര്യമാണ്. നെക്സ്റ്റ് സോഷ്യൽ സർവീസ് പ്രോഗ്രാം വായിക്കാട്ടോ.
ചെയ്തോ? എക്സ്പ്ലെയിൻ ചെയ്യും. ശ്രീവി. ഓക്കെ മാം. കുട്ടികളിലെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് സാമൂഹിക ഐക്യം, പിന്നെ ക്ഷേമം, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് സ്കൂളിൽ തന്നെ അതിന് വേണ്ട പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം. റൂറൽ ഏരിയാസിൽ സാക്ഷരതാ ക്യാമ്പുകൾ സംഘടിപ്പിക്കണം. പിന്നെ പ്രാദേശിക ഉത്സവങ്ങളിൽ സേവനങ്ങൾ നൽകണം. പിന്നെ പരിസ്ഥിതി, എൻവയോൺമെന്റൽ ഹൈജീനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് അറിയാൻ വേണ്ടിയിട്ട് ക്യാമ്പ്സ് നടത്തണം. പിന്നെ സ്കൂളിനകത്തും പുറത്തുമായ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, റോഡ് നിർമ്മിക്കല്, ഗാർഡൻസ്, വൈറ്റ് വാഷ് ചെയ്യല്, അതിനൊക്കെ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷനെ കുറിച്ച്, പിന്നെ സ്ത്രീധനത്തിനെ കുറിച്ച് ക്യാമ്പയിൻ നടത്തണം. കാർത്തിക. പറയാൻ പറ്റും? ഞാൻ പറയാം. സാമൂഹിക സേവന പരിപാടിയെ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുക. പിന്നെ ഗ്രാമീണ പ്രദേശങ്ങളിൽ സാക്ഷരതാ ക്യാമ്പ് സംഘടിപ്പിക്കണം. അതുപോലെ തന്നെ പ്രാദേശിക ഉത്സവങ്ങളിലും സന്നദ്ധ സേവനങ്ങളിലും നമ്മൾ വളണ്ടിയർ ആയിട്ട് നിൽക്കണം കുട്ടികളെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പരിസ്ഥിതി ശുചിത്വത്തിന്റെ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ക്യാമ്പുകൾ സംഘടിപ്പിക്കണം. സ്കൂളിന് പുറത്തുള്ള ചെറിയ റോഡിന് അരികുള്ള പൂന്തോട്ടം, അങ്ങനെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കൂല, അതുപോലത്തെ പ്രവർത്തനങ്ങളിൽ കുട്ടികളെ കൊണ്ട് ഏർപ്പെടിപ്പിക്കണം. അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണത്തെയും അതുപോലെ സ്ത്രീധന സമ്പ്രദായത്തെയും പിന്നെ എയ്ഡ്സ് എന്നിവയുടെ ദോഷഫലങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് അതില് സോഷ്യൽ സർവീസ് പ്രോഗ്രാംസിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ചാപ്റ്റർ സിംഗിൾ ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ചാപ്റ്റേഴ്സ് ആണ്. അധികം ഇതൊന്നുമില്ല, ഡിഫിക്കൽട്ടീസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മുടെ അപ്പോ 7th യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മളപ്പോ കമ്മ്യൂണിറ്റി പ്രയർ കണ്ടു, അതുപോലെ തന്നെ SUPW, എന്താണ് ഹെൽത്ത് ആൻഡ് ക്ലീൻലിനെസ് പ്രോഗ്രാംസ്, അങ്ങനെ പല പല പ്രോഗ്രാംസ് നമ്മൾ കണ്ടു അല്ലെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ സ്കൂളിലുള്ള എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും എക്സ്പീരിയൻസ് തോക്കി? ഞാൻ 8ാം ക്ലാസ് മുതലേ റെഡ് ക്രോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിന് ചേർന്നിട്ടുണ്ടായിരുന്നു. റെഡ് ക്രോസ് ഒക്കെ ഇങ്ങനെ ഹെൽത്ത്, നമുക്ക് അതിന് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. പുറത്ത് മാർച്ച് പാസ്റ്റിനൊക്കെ കൊണ്ടുപോകും. പിന്നെ നമ്മള് സ്കൂളില് എന്താണ് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മള് അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ഇട്ടിട്ട്. പിന്നെ അതല്ലാണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ വോളണ്ടിയർ ആയിട്ടൊക്കെ നിൽക്കും. സ്കൂൾ പ്രോഗ്രാമിന്റെ സമയത്ത് വോളണ്ടിയർ ആയിട്ടൊക്കെ നിന്ന് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അത് നല്ലൊരു അടിപൊളി സമയമായിരുന്നു. 8 മുതൽ 10 വരെയായിരുന്നു ആ സമയം. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അത് ചില സ്കൂളുകളിലുണ്ട്, ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഇല്ല. അത് നല്ല കാര്യമായിരുന്നു. കുട്ടികൾക്ക് ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ വരുമായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ളതൊന്നും ഇല്ല. എക്സ്പീരിയൻസ് ഉള്ളത്? ഹലോ, ഞാൻ +1 +2 പഠിക്കുന്ന സമയത്താണ് NSS നാഷണൽ സർവീസ് സ്കീമിന്റെ വളണ്ടിയർ ആയിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞ പോലെ പുറത്ത് പോയിട്ട് നമ്മളെ സ്ഥലമില്ലാത്ത പുറത്ത് സ്ഥലങ്ങളിൽ പോയിട്ട് സ്കൂളിനകത്തും പുറത്തുള്ള ഈ പൂന്തോട്ടം നടല്, ശുചീകരണം,
പിന്നെ വീടുകളിൽ കയറിയിട്ട് കമ്പോസ്റ്റ് നിർമ്മിച്ചു കൊടുക്കുക, പിന്നെ ഇങ്ങനത്തെ ഓരോ ക്ലാസ് എടുക്കുക, അങ്ങനത്തെ ഒക്കെ ചെയ്തിരുന്നു. ഒരു 7 ഡേ ഇതുണ്ടായിരുന്നു, ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് അതിലൊക്കെ പങ്കെടുത്തിരുന്നു. NSS അല്ലേ? ഇപ്പൊ NSS ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? സ്കൂളുകളിലൊക്കെ NSS ഇല്ലേ ഇപ്പൊ? ഇപ്പൊ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്. നെക്സ്റ്റ് ആരാ? ഞാൻ പറയാം. ഇതേപോലെ തന്നെ ഭാഗമായിട്ട് ഞങ്ങളും സ്കൂളിന്റെ പരിസരമൊക്കെ ചെത്തി വൃത്തിയാക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എയ്ഡ്സിന് ക്യാമ്പയിനിങ് കൊടുത്തിരുന്നു. ചെറിയൊരു സ്കിറ്റ് പോലെയൊക്കെ അവതരിപ്പിച്ചിട്ട് എയ്ഡ്സ് ഇങ്ങനെ തൊട്ടാലൊന്നും പകരില്ല എന്നുള്ളൊരു തരത്തില് ആ ഒരു തീം വെച്ചിട്ട് ഞങ്ങളൊരു സ്കിറ്റൊക്കെ ഡിഗ്രിക്ക് അവതരിപ്പിച്ചിരുന്നു. പിന്നെ എയ്ഡ്സിന് അവയർനെസ് കൊടുത്തിരുന്നു. പിന്നെ റാലി അങ്ങനത്തെ ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. സ്കൂളിൽ നിന്ന് എല്ലാ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിച്ചത് കാരണം ഇങ്ങനത്തെ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെടുത്തുമായിരുന്നു. ടീച്ചേഴ്സ് ഇങ്ങനെ റാലികൾ സംഘടിപ്പിക്കുക, പിന്നെ ക്ലീനിങ് ഡ്യൂട്ടീസ്, പ്ലക്കാർഡുകൾ പോവുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് ഗൈഡിങ്ങിന് ചേർന്ന സമയത്ത് ഇതുപോലെ തന്നെ സ്കൂളില് അടുത്തുള്ള ബസ് സ്റ്റോപ്പ്, വഴിയരികിലുള്ള പൊതുസ്ഥാപനങ്ങളുടെ മുന്നിലൊക്കെ ഇങ്ങനെ ക്ലീനിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ +2 NSSന് ചേർന്ന സമയത്ത് ഓരോ വീടുകളിൽ പച്ചക്കറിത്തോട്ടം ഒരുക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് തന്നെ തൈയും ഇതൊക്കെ കൊണ്ടുപോയിട്ട് പച്ചക്കറിത്തോട്ടം നമ്മള് ചെറിയൊരു രീതിയിൽ അങ്ങനെ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ TTCക്ക് പഠിക്കുന്ന സമയത്താണ് പൂർവ്വ വിദ്യാർത്ഥികള് എന്നൊരു സംഗമത്തിന് എല്ലാരും കൂടിയിട്ട് സ്കൂൾ മൊത്തം പെയിന്റ് അടിച്ച് അങ്ങനെ, പിന്നെ അവിടെയുള്ള മരങ്ങൾക്ക് ചുറ്റും മറ്റേ തറയൊക്കെ പണിത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഉള്ളത്? ഒരു ഡൗട്ട് ചോദിക്കട്ടെ മാം? ഇപ്പൊ എല്ലാവരും B.Ed ഒക്കെ ഉള്ളവരും TTC ഒക്കെ ഉള്ളവരും വീണ്ടും മോണ്ടിസോറി കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ മറ്റു കോഴ്സൊന്നും ആരും എടുക്കുന്നില്ലേ? എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല മാം. ഈ B.Ed ഒക്കെ ശരിയാണ് എടുക്കുന്നുണ്ട്. B.Ed പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം. നമ്മൾ പൈസ കൊടുത്ത് കയറേണ്ട ഒരു അവസ്ഥ വരും. അതെ, TTC അതുപോലെ തന്നെ ഈ മോണ്ടിസോറി ഒക്കെ നല്ല സ്കോപ്പാണ്. അതാണ് വാക്കൻസി കൂടുതലാണ് TTC ആയാലും മോണ്ടിസോറിക്ക് ആയാലും. B.Edലാവുമ്പോ ഒത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടാനായിട്ട്. അതുകൊണ്ടായിരിക്കാം. TTC പഠിച്ചിട്ടും ജോലി സാധ്യത കുറവ് തന്നെയാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ TTC കഴിഞ്ഞിട്ട് എല്ലായിടത്തും ചോദിക്കുമ്പോ അവരിതുപോലെ ഒന്നില്ലെങ്കിൽ പൈസ കെട്ടി കയറേണ്ട ആ കാര്യം പറയും. പിന്നെ ഇപ്പൊ ഞങ്ങൾ സിസ്റ്റർമാരുടെ കീഴിൽ ആദ്യം ചെന്നിരുന്നു. അപ്പൊ അവർ ഒന്നില്ലെങ്കിൽ പറയണ പൈസ കെട്ടി കയറണം, അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വളരെ അങ്ങനെയുള്ളവരെയാണ് അവര് ഇതാക്കുക. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബന്ധത്തിൽ തന്നെ വല്ല സിസ്റ്റേഴ്സോ അച്ഛന്മാരോ ഒക്കെ വേണം എന്നൊക്കെയാ പറയണേ. എന്നിട്ട് ഞാനിവിടെ അടുത്തുള്ള ഞങ്ങൾ സ്കൂളുണ്ട് ഇവിടെ അടുത്ത്, അവിടുത്തെ സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ അതായിട്ട് ഒരു ഡെയിലി വേജസിന് ഒരു 6 മാസം ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അത് നമുക്ക് ഗവൺമെന്റിന്റെ ഡെയിലി വേജസിന്റെ സ്കീം കിട്ടിയ കാരണം അത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങൾ സിസ്റ്ററിന്റെ അടുത്ത് പോയി, മാനേജർ സിസ്റ്ററിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞു, അപ്പൊ താങ്ക് യു സിസ്റ്റർ, ഇനി അടുത്തത് ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് അറിയിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടി പോയപ്പോ സിസ്റ്ററിന്റെ അടുത്ത് ഇയാളുടെ കല്യാണം കഴിഞ്ഞതാ? എനിക്കറിയണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞതാന്ന്. ഫോണില് DP കണ്ടപ്പോഴാണ് കല്യാണം കഴിഞ്ഞതാന്ന് മനസ്സിലായത്. അപ്പൊ അവര് അങ്ങനെയുള്ളവർക്ക് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത്രയ്ക്ക് എന്താ പറയാ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അവർ സഹായിക്കാം, അല്ലെങ്കിൽ പിന്നെ അവരുടെ റിലേഷനിൽ വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇതാ. പിന്നെ എംപ്ലോയ്മെന്റിൽ പോയപ്പോ എൻ്റെ അടുത്തൊരു ചേട്ടൻ വന്ന് പറഞ്ഞു, ഞാൻ സ്കൂളിലെ പ്യൂണാണ്, അവിടെ ടീച്ചേഴ്സിന് എടുക്കുന്നുണ്ട്, എത്രയാണ് 40 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ജോലി തരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലാണ്ട് കാശില്ല, കാശിനാണെങ്കിൽ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, 40 ലക്ഷം ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നാ പോരാ ചേട്ടാ, എന്തിനിപ്പോ അങ്ങനെ ചെയ്യണേ, ട്യൂഷൻ എടുത്തിരുന്നോളാം. ഞാൻ വീട്ടിലിപ്പോ ഒരു 10-12 പിള്ളേരായിട്ട് കടയുണ്ട് ഞങ്ങൾക്ക്, അതിന്റെ തൊട്ടപ്പുറത്തെ റൂമില് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തിപ്പോ ഞങ്ങൾ സ്കൂളിൽ ഡെയിലി വേജസിനെ വിളിക്കുമ്പോ അതിന് പോവും. അങ്ങനെ തന്നെ പോണോളൂ. അല്ലാതെ ഇപ്പൊ എല്ലായിടത്തും ചോദിക്കുമ്പോ ഡിവിഷൻ കോൾ വരുന്നുണ്ട്, ടീച്ചേഴ്സിന് പക്ഷെ ഒട്ടും ഒരു ഇതില്ലാത്ത പോലെ ടീച്ചേഴ്സിന്റെ മേഖല. നമ്മൾ പഠിച്ച് ഇത്ര ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് ചെല്ലുമ്പോ അത് എന്താ പറയാ, പഠിച്ചതിനൊന്നും ഒരു വാല്യൂ ഇല്ല. പൈസ ഉണ്ടെങ്കിൽ ജോലി
മോണ്ടിസോറി ആകുമ്പോ ഒന്നില്ലെങ്കിൽ നമുക്കൊരു സ്കൂൾ തുടങ്ങി കാണിക്കാലോ എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെടുക്കാൻ കാരണം. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ കയറാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ക്യാഷ് ഉണ്ടോ അവന് ജോലിയുണ്ട്, അങ്ങനത്തെ ഒരു ഇതാ. അതുപോലെ തന്നെ അവിടുത്തെ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സിന്റെ ഇപ്പൊ റിലേറ്റീവ്സ് ആണെങ്കിലൊക്കെ അവർക്ക് നേട്ടങ്ങളായിരിക്കും. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ് കയറാനായിട്ട്. എന്തോരോ ടീച്ചർമാരാണ് ഇപ്പൊ ഇന്റർവ്യൂസിനൊക്കെ പോയി കഴിഞ്ഞിട്ട്, ഞാനൊരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വന്നത് 120 ടീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അവരുടെ റിട്ടേൺ ടെസ്റ്റ് എഴുതി അതിനകത്ത് എന്തോ 30 പേരെ കണ്ടെടുത്തു. അതിനകത്തുനിന്ന് പിന്നെയും ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെ. പക്ഷെ അവിടെ മാനേജ്മെന്റ് സ്കൂളാണ്, ലക്ഷങ്ങൾ കെട്ടിക്കയറണം. അവിടെ പറഞ്ഞത് 45-55 ലക്ഷം UP സ്കൂളിലെ ടീച്ചർക്ക്. അപ്പോ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് കെട്ടിക്കയറാം. അതിന് രീതിയാവും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ +2 സ്കൂളിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂല്. അവിടെ 3 വേക്കൻസി ഉണ്ട്, 2 ടീച്ചേഴ്സിന്റെയും 1 PU-ന്റെയും. PU-ന് കെട്ടിക്കേറിയത്, നിങ്ങൾ നോക്കണുണ്ടോ, PU കെട്ടിക്കേറിയത് 45 ലക്ഷം കൊടുത്തിട്ട്. ടീച്ചേഴ്സിന് 65 ലക്ഷം 60 ലക്ഷം കണ്ടു. ക്യാഷ് ഉണ്ടോ അപ്പൊ ജോലി നമുക്ക് റെഡിയാക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ എല്ലാ സ്കൂളുകളിലും. PU പോലും കെട്ടിക്കേറി, ആ അവസ്ഥ ചിന്തിക്കണം. PU പോലും കെട്ടിക്കേറിയത് 45 ലക്ഷം. അങ്ങനെയാണെങ്കിൽ അത്ര ലക്ഷം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ അത് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പലിശ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ ഇത് ഗവൺമെന്റ് സ്കൂളല്ലേ ഇങ്ങനെ ക്യാഷ് കിട്ടി കയറുന്നുള്ളൂ? പ്രൈവറ്റ് സ്കൂൾ ഇങ്ങനെ ഉണ്ടോ? മാനേജ്മെന്റ് സ്കൂളിലാണ് അങ്ങനെ. PSC-യിലായാലും ബുദ്ധിമുട്ട് തന്നെയാ. നമ്മുടെ കാസ്റ്റ്, റിലീജിയൻ എല്ലാം നോക്കിയിട്ടൊക്കെയാ. അതിലും അത് കാരണം ഒന്നിലും സ്കോപ്പില്ലാത്തൊരു മേഖലയെന്ന് തോന്നുന്നു ടീച്ചിങ്. പിന്നെ ട്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ PSC-യിൽ നമുക്ക് എക്സാംസ് ഒക്കെ എന്താ ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. ട്യൂഷൻ എടുക്കാതെ നമ്മൾ വേറെ വല്ല ജോലിക്കൊക്കെ പോകണമെങ്കിൽ പിന്നെ അതിനെ നമ്മൾ പഠിക്കുക, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇപ്പൊ കൊറോണ ടൈമിലൊക്കെ ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ ഒരു 2 ആഴ്ചയോളം പോയിരുന്നു ഡെയിലി വേജ് ആയിട്ട്. അപ്പോ ആ ടീച്ചേഴ്സ് പറയുന്നത് അവർക്ക് ജോലി കിട്ടിയത് കൊറോണ ടൈമിലൊക്കെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ. ആ ടൈമില് അവർ കുത്തിയിരുന്ന് പഠിച്ച് PSC എഴുതി. അങ്ങനെ അവർക്ക് കുറെ ടീച്ചർമാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലർ ട്യൂഷൻ എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ എന്താണ് ആ സബ്ജക്റ്റ് അവർ മറന്നു പോകുന്നില്ല, ഓരോ സബ്ജക്റ്റുകളും. അപ്പൊ അവരിങ്ങനെ ഡെയിലി ഇങ്ങനെ റിവൈസ് ചെയ്തത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പമായിട്ട്. പക്ഷെ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. HSC ആയാലും UPSC ആയാലും ഓരോ പ്രാവശ്യം പുസ്തകങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതും വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. PSC ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു തലവരാന്ന് വെച്ചാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലിയും കിട്ടും. അത് മാനേജ്മെന്റ് അങ്ങനെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ TTC എടുക്കാത്തതിന് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഇങ്ങനെ പഠിച്ചിട്ട് ഞാൻ ഇങ്ങനെ അപ്പൊ ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ സന്തോഷമായി. എനിക്ക് പഠിക്കാണ്ടിരുന്ന അങ്ങനെയല്ല മിസ്സേ ഞാൻ പറയണത്. നമ്മൾക്കിപ്പം ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന ഒരു വഴി പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരുന്നു. ഏത് റൂട്ടിൽ പോകണമെന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല. മനസ്സിലായ? അപ്പൊ ഇപ്പൊ എപ്പോഴും ഞങ്ങൾ അയ്യോ ടീച്ചറെങ്കിലും ആകായിരുന്നു, TTC എങ്കിലും പഠിക്കായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പം കിട്ടിയവരുണ്ട്. എന്നാലും കുറെ പേര് കുറെ പഠിച്ചിട്ട് അവർക്ക് ജോലി കിട്ടാണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർ ഇഷ്ടപ്പെട്ട ജോലി കിട്ടാണ്ടിരിക്കുമ്പോ അത് ഭയങ്കര ഒരു വിഷമമുള്ള. അതാ ഞാൻ പറഞ്ഞത്. ഇവരിങ്ങനെ പറഞ്ഞു ഏറ്റവും നല്ല ജോലി എന്ന് പറയുന്നത് എന്താ? ടീച്ചിങ് കുട്ടികളോട് ഇടപെടൽ. ഇപ്പൊ ഞങ്ങൾക്കായാലും നിങ്ങൾക്ക് മോണ്ടിസോറി ക്ലാസ്സിൽ വരുന്ന ഒരു സന്തോഷം, നല്ലൊരു ഫീലിംഗ് ആണ്. കാരണം എന്താ, ഇന്ററാക്ട് ചെയ്ത് അവരുടെ ഫീലിംഗ് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച് നമ്മുടെ ഫീലിംഗ് മനസ്സിലാക്കി, അല്ലെ ഇന്ററാക്ട് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഇപ്പൊ സ്കൂളുകളിലൊക്കെ പോയാലും കുട്ടികളുമായിട്ട് ഇടപഴകി അവരുടെ കാര്യങ്ങളൊക്കെ അല്ലെ നമുക്കൊരു സ്ട്രെസ് കുറയും. അധികം ജോലി ഭാരമുണ്ട് ഇന്നത്തെ സ്കൂളുകളിൽ, വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഏറ്റവും നല്ലൊരു ജോലി എന്ന് പറഞ്ഞാലും ടീച്ചിങ് തന്നെയാണ്. ഏത് ജോബിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് എന്താ ഇപ്പൊ വെക്കേഷൻ കിട്ടും,
അതുപോലെ തന്നെ ഒരു ഹാപ്പിനെസ് ആയിരിക്കും അല്ലെ. എന്റർടൈൻമെന്റ് കിട്ടാത്ത ജില്ല കലോത്സവം, അതുപോലെ തന്നെ എന്താ യൂത്ത് ഫെസ്റ്റിവല്, ഇതൊക്കെ നമുക്കൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും അല്ലെ. മറ്റു ജോബിന് അതൊക്കെ കിട്ടുമോ? ഇല്ല. അപ്പൊ മിസ്സേ, ഇപ്പോഴത്തെ ടീച്ചർമാരൊക്കെ ഭയങ്കര ടെൻഷനിലാണ്. ഇവരെ ഓരോ പ്രോഗ്രാമില് പങ്കെടുപ്പിക്കാനായിട്ടൊക്കെ അവര് കിടന്ന് ബുദ്ധിമുട്ടണേണ്. അതിന്റെ ഇടയിൽ അവിടെ ചെല്ലുമ്പോ കോഴ പ്രശ്നങ്ങളും ഉണ്ട്. വലിയ കാര്യത്തിൽ പിള്ളേരെ കൊണ്ടുപോയി പങ്കെടുപ്പിച്ച് കഴിയുമ്പോ അവിടെ ഇങ്ങനെ കാണിക്കുമ്പോ പിള്ളേർക്ക് അത് ഭയങ്കര സ്ട്രെസ്. പിന്നെ പ്രോഗ്രാം ചെയ്യാനൊക്കെ ശരിക്കും ടീച്ചിങ് നല്ലതാണെങ്കിലും ശരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും ടീച്ചർമാർക്കുണ്ട്. എല്ലാ ജോലിക്കും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. എല്ലാ ജോലിക്കും ഉണ്ട്, ടീച്ചേഴ്സിനും ഉണ്ട് സ്ട്രെസ് ഉണ്ട്. ഫ്രീ ഒന്നും അല്ല, നല്ല സ്ട്രെസ് അല്ല, ആണ്. പണ്ട് കാലങ്ങളിൽ വെച്ച് അപേക്ഷിക്കുമ്പോ ഇപ്പൊ ഇത്തിരി സ്ട്രെസ്സും കാര്യങ്ങളും ജോലിഭാരം കൂടുതൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് അത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പൊ പക്ഷെ ഭയങ്കര ഇതാ. അതെ. അപ്പൊ ചെയ്താലോ? എന്തെങ്കിലും പറയാനുണ്ടോ പ്രസീത? ഇത് കോമ്പറ്റീഷൻ കൂടിന്ന് പറയാം. അതെ, ശരിയാണ്. സ്കൂളുകൾ തമ്മിൽ കോമ്പറ്റീഷൻ ആണല്ലേ. ഏത് സ്കൂളാണ് ആദ്യം ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് എന്ന് നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ഒരു കാര്യമുണ്ട് മിസ്സേ, ഈ സ്കൂളുകാര് തന്നെ എന്താ പറയണ, എനിക്ക് സംശയമുണ്ട്. ചില സ്കൂളുകാര് വെറുതെ മാർക്കിട്ട് പിന്നെ പിള്ളേർക്ക് 100% അവരുടെ സ്കൂള് നല്ലതാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെ പാസ്സാക്കി വിടുന്ന പോലെയൊക്കെ തോന്നണുണ്ട് ഇപ്പൊ പൊതുവെ. അങ്ങനെയല്ല ഇപ്പൊ CBSE-യിലും അങ്ങനെയാണ്, സ്റ്റേറ്റില് പിന്നെ അറിയാലോ രണ്ടും കണക്കാണ്. അവര് കുട്ടികളെ കിട്ടുക അങ്ങനെ എന്നുള്ള രീതിയിൽ എന്താ പറയുക 100% ആക്കണേണ് വിജയം. എന്നിട്ട് ആ അഡ്മിഷൻ നല്ല കാശ് കൊടുത്ത് പിള്ളേരെ എടുക്കുക. അങ്ങനെ നടക്കണുണ്ട് മിസ്സേ. ഒന്നും പറയാൻ പറ്റില്ലല്ലേ. അങ്ങനെ ഉണ്ട് മിസ്സേ. ഇപ്പൊ മഞ്ജു ചേച്ചി പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്കൂൾ ഒരു ഗവൺമെന്റ് സ്കൂളാണ്. ഭയങ്കര LP ഉള്ളൂ എന്നുണ്ടെങ്കിലും ഭയങ്കര അധികം പിള്ളേരുള്ള സ്കൂളാണ്. അപ്പൊ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു HM വന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് മൊത്തത്തില് ഭയങ്കരമായിട്ട് ഉയർന്നു നിൽക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ ഇപ്പൊ സ്പോർട്സിന് പോയപ്പോ LP-യിൽ തന്നെ 2 സെക്ഷൻ ഉണ്ടാവുമല്ലോ, കിഡീസ് ഉണ്ടാവും അങ്ങനെ. അപ്പൊ ഈ കിഡീസില് ഓടിക്കാനായിട്ട് 1-2 ക്ലാസ്സിലെ പിള്ളേരെ എടുക്കേണ്ടടുത്ത് ടീച്ചർ കുട്ടികളുടെ പേര് കൊടുത്തത് 1-ലത്തെ 2-ലത്തെ കുട്ടികളുടെ അത് സ്ഥാനത്ത് ഓടിച്ചത് 3-ാം ക്ലാസ്സിലത്തെ 4-ാം ക്ലാസ്സിലത്തെ കുട്ടികളെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്തിട്ട് ചെയ്തെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്കൂളുകൾ ഭയങ്കര കോമ്പറ്റീഷനാണ്. കാരണം നമ്മുടെ സ്കൂള് എല്ലാത്തിനും മുന്നിൽ നിൽക്കണ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള സ്കൂളുകളിലെ പിള്ളേര് അവരത് നോട്ട് ചെയ്ത് പറഞ്ഞു, പരാതി കൊടുത്തു. എന്നിട്ട് ആൾക്ക് സസ്പെൻഡായി. ഇപ്പൊ അതിന്റെ കേസിന്റെ പിന്നാലെ നടക്കുകയാണ്. ആകെ വേണ്ടത് ഗവൺമെന്റ് സ്കൂളാണ്, കുട്ടികൾ ഒരുപാടുണ്ട്, എന്നിട്ടും പോരാ. എന്നിട്ടും പിന്നെ വീണ്ടും ആൾക്ക് റീച്ച് കിട്ടണം എന്നുള്ള ഒരു രീതിയില് ആളെ ജോലി തന്നെ ഇപ്പൊ ആ സ്കൂളിന് തന്നെ ഇപ്പൊ ഒരു ബാഡ് പോയിന്റ് ആയത്. ഇപ്പൊ പിള്ളേരും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ ടീച്ചറാണ് ഒരാളെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പോവാന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ എല്ലാ ടീച്ചേഴ്സിനെയും അത് ബാധിച്ചു. എന്നിട്ട് എല്ലാ ടീച്ചേഴ്സ് ഇപ്പൊ കേസിന് നടക്കുകയാണ്. അപ്പൊ മഞ്ജു ചേച്ചി പറഞ്ഞ പോലെ കോമ്പറ്റീഷന് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പറഞ്ഞപ്പോ എന്താല്ലേ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാല് എന്താ ജയിച്ചു നിൽക്കണം, അല്ലെങ്കിൽ മറ്റു എന്താ സ്കൂളിനെക്കാട്ടി മുൻപന്തിയിൽ നിൽക്കണം എന്നുള്ളൊരു രീതിയിലാണ്. CBSE സ്കൂളിലൊക്കെ അങ്ങനെയുണ്ട്. എന്നിരുന്നാലും ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ. ഫൈൻഡപ്പ് ചെയ്താലോ? യെസ് മാം. നമ്മുടെ മക്കളുടെ ക്ലാസ്സിൽ സ്കൂളിൽ നിന്ന് ഇപ്പം 2000 റുപ്പീസ് ആണ് മാം പെർ സ്റ്റുഡന്റിന് ആനുവൽ ഡേക്ക് പങ്കെടുക്കാൻ. ഇതെങ്ങനെ 2000 ഒരാൾക്ക്? അപ്പൊ നമ്മൾ പങ്കെടുക്കണില്ല. ഇത്ര വലിയ എമൗണ്ട് ഒക്കെ എങ്ങനെയാ? ഡ്രസ് കാര്യങ്ങള് അത് ഇതൊക്കെ ആയിട്ടൊക്കെ പറയാവര്. പിന്നെ അതുപോലെ തന്നെ അവര് പറയുന്ന ടൈമിൽ കൊണ്ടുവരണ കൊച്ചിനെ ഞാനതുകൊണ്ട് ആനുവൽ ഡേക്കൊന്നും ചേർക്കാറില്ല. നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അതുപോലെ അവര് ചിലപ്പോ 2 മണിക്ക് അല്ലെങ്കിൽ 2:30 ആക്കാൻ പറയും. അപ്പൊ നമ്മുടെ വീട്ടിൽ ആരില്ലാത്തതുകൊണ്ട് അങ്ങനെ ചേർക്കാറില്ല ഡാൻസ്. പിന്നെ ഡാൻസ് അത്ര വലിയ എന്താ, കുറെ കുട്ടികൾ ഇങ്ങനെ നിർത്തി നിർത്തും. ഞങ്ങൾക്ക് അയച്ചൊക്കെ തരാറുണ്ട് ഗ്രൂപ്പിൽ. അത്ര വലിയ നമുക്ക് തോന്നുമ്പോ
തോന്നിയിട്ട് അത്ര വലിയ ഇതൊന്നും ഇല്ല. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആണെന്നൊന്നും എനിക്ക് തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കുട്ടീനെ ചേർക്കാറില്ല ആനുവൽ ഡേക്ക്. അതിലാണ് ഈ കുട്ടികളെ ചിലപ്പോ കാണുന്നില്ല, എല്ലാരും നേരത്തെ അങ്ങ് അതെ നിർത്തും. അതെ കാണുന്നില്ല. നോക്കണം എന്റെ മോൾ എവിടെയാണെന്നുള്ളത്. ശരിയാണ്. നാളെ മോനെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. ഇത് പറഞ്ഞ 900 രൂപയാണ് അവര് പറഞ്ഞിരിക്കുന്ന ഫീസ്. അതിൽ പോകുമ്പോ അവനൊന്ന് കണ്ടു കിട്ടിയ ഭാഗ്യം. എന്താ പറയാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ അവര് കാശ് മേടിച്ചെടുക്കുക, എന്നാ അത് കറക്റ്റ് ആയിട്ടൊന്നും ചെയ്യുമല്ലോ. പിന്നെ പിള്ളേരുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞ് നമ്മള് ചേർക്കും. നമ്മളെ കൊടുക്കും. അതെ, എന്റെ മോൾക്ക് ഇപ്പോ സ്കേറ്റിംഗ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആണല്ലോ. സ്കേറ്റിംഗിന് ഭയങ്കര ഇഷ്ടം. ഈ ടൈം അതിന് ചേർത്തി 2500 രൂപ. ഹെൽമെറ്റ് അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങൾക്കൊക്കെ 2500 രൂപ. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് അവള് ചെയ്യുന്നുണ്ടോ ഇല്ല. അവള് പറയാ എടുത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഷൂ ഇട്ട് നിൽക്കും, അപ്പൊ തന്നെ വീഴും. അപ്പൊ പഠിപ്പിക്കുന്നില്ല. കുറെ കുട്ടികളുണ്ട്. അപ്പൊ അത്രയും ഇപ്പൊ ഇനി അടുത്ത വർഷം വേറെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ നമ്മള് പൈസ പോകുന്നത് വെച്ച് അങ്ങനത്തെ ഒരു രീതിയാണ്. നമ്മള് അവരുടെ ഇഷ്ടം നോക്കിയിട്ട് നമ്മൾ ചേർക്കും. പക്ഷെ അവര് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ചിലപ്പോ ചെറുതായത് കൊണ്ടായിരിക്കാം കേട്ടോ. ഇനി വലിയ ക്ലാസ്സിലൊക്കെ ആവുമ്പോൾ ചിലപ്പോ പഠിക്കാതിരിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക്. എന്റെ അഭിപ്രായത്തില് സ്കൂൾ വൈസ് വിടാണ്ടിരിക്കണേ നല്ലത്. പുറത്തെവിടെയെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ ഓരോ ലെവലും ഓരോ മുന്നോട്ട് കൊണ്ടുപോകും. അല്ല അത് നിർബന്ധമാണ് അത്. അല്ല ഞാൻ പറയണേ, പാട്ട് അല്ലെങ്കിൽ കരാട്ടെ. എന്റെ മോള് കരാട്ടെ പഠിക്കണം ആഗ്രഹമുണ്ട്, ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ സ്കൂളിലുണ്ട്. ഞാനിപ്പോ വേണ്ടവർക്ക് ചേർന്ന, ഞാൻ ചേർത്തില്ല. എന്താ വെച്ചാൽ ഇതുപോലെ തന്നെ ക്ലാസ് കൊടുക്കൽ മാത്രം ഉണ്ടാവുള്ളൂ, പഠിപ്പിക്കലൊക്കെ കണക്കായി. പക്ഷെ ഞാനിപ്പോ പുറത്ത് വിടുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ എക്സ്ട്രാ ക്ലാസ്സും ഉണ്ടെങ്കിൽ നമ്മൾ ലീവ് ആയാലും എക്സ്ട്രാ ക്ലാസ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. സ്കൂളിലെ കാര്യമെല്ലാം കണക്കാ. നിർബന്ധമാണ്. CBSE ഞങ്ങളുടെ സ്കൂളിൽ നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് എന്തിനെങ്കിലും ചേർക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേർത്തതാ. ഓക്കെ, ഇപ്പൊ നമുക്ക് അതിന്റെ പേരാലോ. ടൈം ആയിട്ടുണ്ട്. സൈൻ ഔട്ട് പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ മിസ്? പറഞ്ഞു. ഇന്ന് ക്ലാസ് എടുത്ത മിഡിൽ റോസ് മിസ്സിന് നന്ദി പറയുന്നു. കൂടാതെ ഇന്ന് നമ്മുടെ 7th ചാപ്റ്റർ സോഷ്യോളജി അതിനെ കുറിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതേതോ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത നോക്കട്ടെ മിസ്സേ. ഇത് ഇൻട്രസ്റ്റ് പിടിച്ച് വേറെ കാര്യത്തിൽ പോയപ്പോ ആള് മാറി. പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്നസ്, അതിനെ കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുത്തത്. അത് ഇന്നലത്തെ ക്ലാസ്സിന്റെ ഒരു ചിന്ത വന്നു. സോറി. പിന്നെ ഇന്നത്തെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ നാളെ മറക്കരുത്, ആക്ടിവിറ്റി ചെയ്തിട്ട് വരാം. ഓക്കെ, നാളെ ഞാൻ തന്നെ ആയിരിക്കും ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.